ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, അച്ഛാ, എന്തിനാണ് ഈശോ അത്തിമരത്തെ ശപിച്ചത്? അത്തിമരത്തെ ശപിച്ചതെന്തിനാണ്? ഞാൻ പറഞ്ഞു, ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. ഈശോയ്ക്ക് വിശന്നു. അപ്പോൾ ഈശോ അത്തിമരത്തിൽ ഫലങ്ങളുണ്ടോ എന്ന് നോക്കി ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. അവൻ അത്തിമരത്തെ ശപിച്ചു. ആ അത്തിമരം കരിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് ചോദിച്ചു, അച്ഛാ, എന്തെങ്കിലും കൂടുതൽ ആശയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇതിന് വ്യാഖ്യാനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ആ ഇടയ്ക്ക് വായിച്ച ഏതോ ഒരു പുസ്തകത്തിൽ സഭാപിതാക്കന്മാരുടെ ഒരു വ്യാഖ്യാനം വായിച്ചത് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു വ്യാഖ്യാനം ഈ ഇടയ്ക്ക് വായിക്കുവാൻ ഇടയായി. ഇതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. ഈശോ അത്തിമരത്തെ ശപിച്ചു എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ്. എന്തിനാണ് ഇങ്ങനൊരു പ്രവൃത്തി ഈശോ ചെയ്തത്? ഈശോ കോപിക്കുന്നവനോ ദേഷ്യപ്പെടുന്നവനായതുകൊണ്ട് ചെയ്തതല്ല, മറിച്ച് ഈശോ വ്യക്തമായിട്ട് ഒരു കാര്യം ശിഷ്യന്മാരെ പഠിപ്പിക്കുകയായിരുന്നു. ഈശോ ഈ അത്തിമരത്തെ ശപിക്കുന്ന യാത്ര സമാന്തര സുവിശേഷങ്ങളും യോഹന്നാൻ്റെ സുവിശേഷവും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ജെറുസലേമിലേക്ക് പോകുന്ന വഴിയിലാണ്. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ അനേക തവണ ജെറുസലേമിലേക്ക് പോയിട്ടുണ്ട്. ജെറുസലേമിലേക്ക് പോകുന്നത് മറ്റ് സുവിശേഷങ്ങളിൽ, മർക്കോസിൻ്റെ സുവിശേഷം പോലെ ഉള്ള സുവിശേഷങ്ങളിൽ നമ്മൾ കാണുക, അത് കുരിശിൽ മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈശോയുടെ ജെറുസലേം യാത്രയുടെ ഇടയിലാണ് ഈശോ ഈ അത്തിമരത്തെ ശപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അത്തിമരത്തെ ശപിക്കുന്നത് ജെറുസലേമിൽ കുരിശിൽ മരിക്കാൻ പോകുന്ന വഴിയിൽ വെച്ചാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജെറുസലേമിലേക്കുള്ള മഹത്വപൂർണ്ണമായ പ്രവേശനവും ഓശാന പാടലുമൊക്കെയാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണുക. ചേർന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ പോകുന്ന വഴിയിൽ അത്തിമരത്തെ കണ്ട് അതിൽ ഇലകൾ മാത്രമേ ഉള്ളൂ എന്ന് കണ്ട് ശപിക്കുന്നത് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ എവിടേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇനി നമ്മൾ ചോദിക്കേണ്ടത്, ഈശോ എവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങിയതെന്നുള്ളത്. ഈശോ ഈ യാത്ര തുടങ്ങുന്നത് ബഥാനിയയിൽ നിന്നാണ്. ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഏറ്റവും അടുത്ത കാരണമെന്ന് പറയുന്നത് ലാസറിൻ്റെ മരണമായിരുന്നു. നമ്മൾ ലോക മഹായുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അധ്യാപകർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ട്. പല കാരണങ്ങളുണ്ടായിരുന്നു, പക്ഷേ അവിടെ ഒരു അടുത്തൊരു കാരണമുണ്ടായിരുന്നു, ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടായിരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് ഒരടുത്തൊരു കാരണം. ഈശോയുടെ മരണത്തിനും ഇങ്ങനെ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താണ് ആ കാരണമെന്ന് പറയുന്നത്? ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളതാണ്. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദര്, ഒരു പറ്റ യഹൂദര് അവനിൽ വിശ്വസിച്ചു. അത് കണ്ടപ്പോൾ അവർക്ക് സഹിച്ചില്ല. അവരെന്ത് ചെയ്തു? അവനെ കൊല്ലണമെന്ന്, ജനം മുഴുവനും വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലുവാൻ വേണ്ടിയിട്ട് കൃത്യമായ പദ്ധതിയിട്ടു. പ്രിയപ്പെട്ടവരെ, ലാസറിനെ ഉയർപ്പിച്ചിട്ട് കർത്താവ് പോകുന്ന വഴിയിൽ അത്തിമരത്തെ ശപിക്കുമ്പോൾ ഈശോയ്ക്ക് വിശന്നു എന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഗാർഹിക പരിസരത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലൊരാൾ ഒരു നല്ല കാര്യം ചെയ്തു തന്നു, മരിച്ച ഒരാളെ ഉയർപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ പോകുന്ന വഴിയിൽ അവന് വിശന്നു എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ എണീറ്റ് പോയപ്പോൾ അവന് ഭക്ഷണമൊന്നും കിട്ടിയില്ല എന്നൊരർത്ഥം അതിൻ്റെ പിന്നിലുണ്ട്. സാധാരണഗതിയിൽ ശുശ്രൂഷയ്ക്ക് മുൻപിട്ടിറങ്ങുന്ന മർത്ത അങ്ങനെ ചെയ്തുവെന്ന് വിശ്വസിക്കുവാൻ തരമില്ല. മർത്തായുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും ഭവനത്തിൽ നിന്ന് അവൻ പോകുമ്പോൾ തീർച്ചയായിട്ടും അവൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടാണ് പോയിരിക്കുക. പിന്നെ ഈ വിശപ്പെന്ന് പറയുന്നത് എന്താണ്? അത് ആത്മീയമായൊരു വിശപ്പാണ്, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശപ്പാണ്. ഈശോ കുരിശിൽ കിടന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആത്മാക്കളെ നേടുവാനുള്ള ഒരു വിശപ്പുമായിട്ടാണ് ഈശോ കടന്നു പോകുന്നത്. ആ വിശപ്പുമായിട്ടാണ് ഈശോ ഈ അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുക. ഈ അത്തിമരം നിറയെ ഇലകളുമായിട്ട് നിൽക്കുമ്പോൾ ഈശോ ഈ അത്തിമരത്തിൻ്റെ ഇലകൾ കരിച്ചു കളയുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ അത്തിമരത്തിൻ്റെ ഇലകൾ കരിച്ചു കളഞ്ഞത്?
ഈ അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടാണ് ആദി മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ വസ്ത്രമുണ്ടാക്കി ഉടുത്തത്. ആദി മാതാപിതാക്കൾ വസ്ത്രമുണ്ടാക്കിയത് അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടാണ്. തങ്ങളുടെ മഹത്വത്തിൻ്റെ വസ്ത്രം പാപം ചെയ്ത് നഷ്ടപ്പെട്ടപ്പോൾ, തങ്ങൾ നഗ്നരാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ചെയ്ത ഒരു കാര്യം അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ട് വസ്ത്രമുണ്ടാക്കി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ അത്തിമരത്തിൻ്റെ ഇലകൾ അവൻ കരിച്ചു കളഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഈ അത്തിമരത്തിൻ്റെ ഇലകൾ നഗ്നത മറയ്ക്കുവാൻ വേണ്ട. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കൃപയുടെ മേഖല, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മഹത്വം ഞാനിതാ വീണ്ടെടുത്ത് തരാൻ പോകുന്നു. അത് കുരിശിൽ ഞാൻ മരിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകും. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ സുവിശേഷകൻ അവസാന വാചകമായി എഴുതി വയ്ക്കും, അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ ചെയ്ത അത്ഭുതം. പ്രിയമുള്ളവരെ, അത്തിമരത്തിൻ്റെ ഇലകൾ കൂട്ടിത്തുന്നി വസ്ത്രം നെയ്ത മനുഷ്യർക്ക് അവർക്ക് നഷ്ടപ്പെട്ട മഹത്വത്തിൻ്റെ വസ്ത്രം തിരിച്ചു കൊടുക്കാൻ പോകുന്നത് ഈ കാനായിലെ കല്യാണ വിരുന്നിൽ ആരംഭിച്ച മഹത്വത്തിൻ്റെ വലിയ പ്രകടനത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന നിമിഷങ്ങളിലാണ്. അത് മറ്റെങ്ങുമല്ല, കാൽവരിയിലെ കുരിശിലാണ്. ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും തന്നിലേക്ക് ആകർഷിക്കും. അത്രമാത്രം മഹത്വപൂർണമായ ഒരു അവസ്ഥയായിരിക്കുമുള്ളത്. കാൽവരിയിലെ കുരിശിൽ മഹത്വത്തിൻ്റെ പൂർണ്ണത യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാ. പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വിരുന്നിൽ തുടങ്ങിയ മഹത്വത്തിൻ്റെ അവതരണത്തിൻ്റെ പൂർത്തീകരണം കാൽവരിയിലെ കുരിശാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന് നഷ്ടപ്പെട്ടു പോയ മഹത്വത്തിൻ്റെ വസ്ത്രം തിരികെ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഈശോ കാൽവരിയിലെ കുരിശിൽ മരിക്കുകയാ. മഹത്വത്തിൻ്റെ വസ്ത്രം അവൻ തിരിച്ചു നൽകി എന്നതിന് തെളിവാണ് ഈശോയുടെ ഉത്ഥാനാനന്തരം കല്ലറയിലേക്ക് ഓടിയ ശിഷ്യന്മാർ ശൂന്യമായ കല്ലറയ്ക്കുള്ളിൽ ഒരു കച്ച കണ്ടു എന്നുള്ളത്. ശൂന്യമായ കല്ലറയ്ക്കുള്ളിൽ ഒരു കച്ച കാണുകയാണ്. ഈ ശൂന്യമായ കല്ലറയ്ക്കുള്ളിലെ കച്ച, അതാണ് പ്രിയപ്പെട്ടവരെ ഓരോ കൂദാശയിലും നമുക്ക് നൽകുന്ന കൃപയുടെ വസ്ത്രം. അത് മാമോദീസായിൽ തുടങ്ങി വിവാഹത്തിൽ ആശീർവദിക്കുന്ന മന്ത്രകോടി വരെ എത്തി നിൽക്കുന്നുണ്ട്. മാമോദീസായിൽ കൊടുക്കുന്ന കുഞ്ഞുടുപ്പ് തുടങ്ങി വിവാഹമെന്ന കൂദാശ ആശീർവദിക്കുമ്പോൾ നൽകുന്ന മന്ത്രകോടി വരെ എത്തി നിൽക്കുന്നുണ്ട് ഈ മഹത്വത്തിൻ്റെ വസ്ത്രം. അപ്പോൾ കാൽവരിയിലെ കുരിശിൽ അവൻ മരിക്കുന്ന നിമിഷങ്ങളിൽ വസ്ത്രം തിരികെ ലഭിക്കുന്നുണ്ട്. കുരിശിലെ രക്ഷ വഴിയാണ് പ്രിയമുള്ളവരെ ഈ മഹത്വത്തിൻ്റെ വസ്ത്രം തിരികെ കിട്ടുന്നത്, നഗ്നത അവസാനിപ്പിക്കപ്പെടുന്നത്. അതെങ്ങനെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. കുരിശിലെ രക്ഷ, കുരിശിൽ നേടിയ കൃപാവരം, കുരിശിൽ നേടിയ മഹത്വം നമുക്കിന്ന് കിട്ടുന്നത് കൂദാശകളിലൂടെയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് പറയുന്നു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്ക് നഷ്ടപ്പെട്ട മഹത്വം തിരികെ കിട്ടുന്നത് കൂദാശകളിലൂടെയാണ്. തുടർന്ന് ഈ വഴിയരകത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ അടുത്തുകൂടെ 2 വ്യക്തികൾ കടന്നുപോയി. ഒരു പുരോഹിതനും ഒരു ലേവായനും അവർ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അവർ പഴയ നിയമ ഇസ്രായേലിൻ്റെ പ്രതിനിധികളാണ് എന്നാണ് പറയുക. പഴയ നിയമ ഇസ്രായേലിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ്. അവർക്ക് എന്ത് സംഭവിച്ചു? ദൈവം അവരെ വിളിച്ചേൽപ്പിച്ചു, നിങ്ങൾ ഈ മനുഷ്യവംശത്തെ മുഴുവൻ നിങ്ങളിലൂടെ രക്ഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 10 കൽപ്പനകൾ നൽകുന്നു. ഈ പ്രമാണങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷയുടെ വഴിയിലേക്ക് വരണം. പക്ഷേ അവർ ആ 10 കൽപ്പനകളെ 613 പ്രമാണങ്ങളാക്കി കീറി മുറിച്ച് അതനുസരിക്കുന്നതിനിടയിൽ എപ്പോഴോ അവരെ ഏൽപ്പിച്ച ദൗത്യം മറന്നുപോയി. അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിന്നും അകന്ന് കടന്നു പോകുന്നതാണ് ഈ പുരോഹിതൻ്റെയും ലേവായിൻ്റെയും കഥ പറയുക. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെയാണ് നല്ല സമരിയാക്കാരൻ കടന്നു വരുന്നത്. അവൻ വന്ന് വീഞ്ഞും എണ്ണയും ഒഴിച്ച് മുറിവ് വെച്ച് കെട്ടുകയാണ്. പ്രിയമുള്ളവരെ, വീഞ്ഞും എണ്ണയും ഒഴിച്ച് മുറിവ് വെച്ച് കെട്ടുകയാണ്. വീഞ്ഞ് വിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുക. എണ്ണ ഇതര 6 കൂദാശകൾ, പരിശുദ്ധാത്മാവാകുന്ന അഭിഷേകത്തെ നൽകുന്ന മറ്റ് 6 കൂദാശകളെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ വിശുദ്ധ കുർബാനയും ഇതര കൂദാശകളും, വിശുദ്ധ കുർബാനയും മറ്റ് കൂദാശകളും, അതാണ് ഈശോ പാപത്തിൻ്റെ മുറിവുണക്കാൻ മനുഷ്യന് നൽകിയിരിക്കുന്നത്. ഈ കൃപാവരത്തിൻ്റെ നീർച്ചാലുകളിലൂടെ, കൂദാശകളിലൂടെയാണ് നമ്മൾ പാപത്തിൻ്റെ മുറിവുകളിൽ നിന്ന് വിമോചിതരാകേണ്ടത്. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിമോചിതരാകേണ്ടത്, അനുഭവിക്കുന്ന പാപത്തിൻ്റെ അനന്തരഫലമായ നഗ്നതയിൽ നിന്ന് വിമോചനം പ്രാപിക്കേണ്ടത് ഈ കൂദാശ സ്വീകരണത്തിലൂടെയാണ്. നമുക്കറിയാം, സഭയിൽ
ഈ കൂദാശകൾ നിരന്തരം പരികർമ്മം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നല്ല സമരിയാക്കാരൻ അവനെ സത്രത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത്. സത്രം സഭയാണ്. ഈ സഭയാണ് സത്രം. സഭയാകുന്ന സത്രത്തിലേക്ക് മാമോദീസ എന്ന കൂദാശയിലൂടെ നമ്മൾ കടന്നു വരികയാണ്. നിരന്തരം പാപത്തിൻ്റെ മുറിവുണക്കുവാനുള്ള കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ പ്രവേശന കൂദാശകളിലൂടെ നമുക്കായി പകർന്നു നൽകുകയാണ്. മാമോദീസ സ്വീകരിച്ച്, സ്ഥൈര്യലേപനം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച്, ഇതര കൂദാശകൾ കാലഘട്ടത്തിന് അനുയോജ്യമായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ കൃപാവരത്തിൽ വളരുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയാകുന്ന സത്രത്തിലാണ് ഇത് സംഭവിക്കുക. സഭാ അംഗങ്ങളായി തീരുന്നവർക്കാണ് ഈ കൂദാശകൾ സംലഭ്യമാകുക. ചേർന്ന് പറയാ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയാ. ചേർന്ന് പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, കൂദാശകൾ നമുക്കായി നൽകപ്പെടുന്നത് ഒറ്റത്തവണയല്ല, അനേക തവണയുണ്ട്. അതുകൊണ്ട് ഈ ശുശ്രൂഷ സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കുകയാണ്. ആരാ സത്രം സൂക്ഷിപ്പുകാരൻ? ഓരോ രൂപതയുടെയും അഭിവന്യ മെത്രാന്മാരാണ് ഈ സത്രം സൂക്ഷിപ്പുകാർ. അവരുടെ കയ്യിലാണ് ഈ രഹസ്യങ്ങളുടെ ധനാറകൾ ഏൽപ്പിക്കപ്പെടുക. ഇത് മനസ്സിലാക്കണമെങ്കിൽ പൗരോഹിത്യ പട്ടത്തിൻ്റെ ദാന ശുശ്രൂഷ സമയത്തുള്ള ഒരു ഗാനം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഗാനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്: ദാസർക്ക് ആത്മീയ നാണയമായി കക്ര നൽകിയ മിശിഹായെ എന്ന്. ദാസർക്ക് ആത്മീയ നാണയം നൽകുകയാണ്. ദാസർക്ക് ആത്മീയ നാണയമായി കക്ര നൽകിയ മിശിഹായേ, നിൻ തുണ ചിന്തുക നിന്ദാനം കൈക്കൊണ്ടവനാം ദാസനിൽ നീ. ദാസർക്കാത്മീയ നാണയമായി. ദാസർക്ക് ആത്മീയ നാണയം കൊടുക്കുക. 2 നാണയങ്ങൾ പുരോഹിതാർത്ഥിക്ക് അഭിവന്യ മെത്രാൻ നൽകുകയാണ്. പുരോഹിത പട്ടം കൊടുക്കുന്ന സമയത്ത് 2 ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അഭിവന്യ മെത്രാൻ രൂപതയിലെ എല്ലാ പള്ളികളിലും പോയി എപ്പോഴും ഈ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ സമയം സമ്മതിക്കാത്തത് കൊണ്ട് ഡെലഗേറ്റ് ചെയ്യുകയാണ്, പ്രതിനിധികളെ അയക്കുകയാണ്. അവരാണ് ഇടവകയിൽ നമുക്കായി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർ. 24 മണിക്കൂറും നമുക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്ന ഇടവക ദേവാലയത്തിലെ വൈദികർ. അവർ നമുക്കായി ഏത് സമയവും സജ്ജരാണ്. പാതിരാത്രിയിൽ വന്ന് രോഗി ലേപന ശുശ്രൂഷ കൊടുക്കണമെന്ന് പറഞ്ഞാലും തയ്യാറായി വിശുദ്ധ കുർബാനയും ലേപന തൈലവും എടുത്തിറങ്ങി വരുന്ന പുരോഹിതർ സഭയുടെ ഈ ശുശ്രൂഷ നിതാന്ത ജാഗ്രതയോടുകൂടി തുടരുന്ന വ്യക്തികളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സഭയിൽ ഈ ശുശ്രൂഷ തുടരുവാൻ അപ്പോൾ കൈവപ്പ് നൽകുന്ന സമയത്ത് പുരോഹിതന് അധികാരം നൽകുകയാണ്. 2 ശുശ്രൂഷകൾ ചെയ്യുവാനാണ്. 2 നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്നത് 2 ദാനങ്ങളെ സൂചിപ്പിക്കുന്നു, 2 ശുശ്രൂഷകളെ സൂചിപ്പിക്കുന്നു. ഒന്ന്, വിശുദ്ധ കുർബാന അർപ്പിക്കുക, ജീവന്റെ കൂദാശയായ വിശുദ്ധ കുർബാന, ദൈവമക്കളുടെ ആത്മീയ ഭോജനം അത് നൽകുക. 2, പാപമോചനത്തിന്റെ കൂദാശ ആശീർവദിക്കുക. അത് മാമോദീസായിൽ തുടങ്ങുകയാണ്. സഭാപിതാക്കന്മാർ പറയും, 2ാം മാമോദീസായ, ശ്രദ്ധിക്കുക, കുംഭസാരത്തിന് മറ്റൊരു പേരുണ്ട്, 2ാം മാമോദീസ, സെക്കൻഡ് ബാപ്റ്റിസം. 2ാം മാമോദീസായ വിശുദ്ധ കുംഭസാരത്തിലൂടെ ഇത് തുടരുകയാണ്. സഭയിൽ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന 2 കൂദാശകൾ, 1 വിശുദ്ധ കുർബാന, 2 വിശുദ്ധ കുംഭസാരം. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം ഒരു ആത്മശോധനയിലേക്ക് നിങ്ങളെ ഞാൻ നയിക്കുകയാണ്. നിരന്തരം നമുക്കായി പരികർമ്മം ചെയ്യപ്പെടുന്ന വിശുദ്ധ കൂദാശകളെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ധ്യാനത്തിൻ്റെ ഈ കൺവെൻഷൻ്റെ ആമുഖത്തിൽ മാത്രമാണ് നമ്മൾ എത്തി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ ശമ്പളമായ മരണമേറ്റ് കിടക്കുന്ന, പാപത്തിൻ്റെ പരിണിത ഫലമായി നമ്മുടെ ജീവിതത്തിൽ നഗ്നത അനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിമോചനം നൽകുവാൻ ദൈവം മഹത്വത്തിൻ്റെ വസ്ത്രമണിയിക്കുന്ന കൃപാവരത്തിന് നീർച്ചാലുകൾ തുറന്നിടുന്ന വിശുദ്ധ കൂദാശകൾ, വിശുദ്ധ കുംഭസാരവും വിശുദ്ധ കുർബാനയും നമുക്കായി നൽകിയിട്ട് എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു, ഏതു മനോഭാവത്തോടെ നമ്മൾ അതിനെ കാണുന്നു എന്ന് നമ്മളിന്ന് വിചിന്തനം ചെയ്യുകയാണ്. വിശുദ്ധ കൂദാശകൾ പാപത്തിൻ്റെ മുറിമുണക്കുന്ന അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുക. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ മായ്ച്ചു കളയുവാൻ വിശുദ്ധ കൂദാശകൾ, കൃപാവരത്തിൻ്റെ നീർച്ചാലുകൾ നമുക്ക് നൽകപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേക നാളുകളായി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്.
എന്താണ് വിശുദ്ധ കുർബാന എന്നൊരു ചോദ്യം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ എന്തുത്തരം നമ്മൾ നൽകും? എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് ചോദിച്ചു, അച്ഛാ, എനിക്ക് പരിചയമുള്ള, എനിക്ക് അടുപ്പമുള്ള ഒരാൾ പെന്തക്കോസ്ത സഭയിലേക്ക് പോയി. അയാൾ ഒരു 6 മാസത്തെ വചന കോഴ്സൊക്കെ കൂടിയിട്ട് വന്ന് എന്നോട് പറഞ്ഞു, വചനം ഇങ്ങനെ പറയുന്നു. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 10-ാം അധ്യായം 12-ാമത്തെ വചനം, അവൻ എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ഈ വചനം പറഞ്ഞിട്ട് പറയുകയാണ്, എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയൊരു കുർബാനയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും പങ്കുചേരുന്ന വിശുദ്ധ കുർബാന വലിയ കബളിപ്പീരിൻ്റെ മേഖലയാണ്. അതുകൊണ്ട് കുർബാനയ്ക്ക് പോകരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തി ഇങ്ങനെ ഒരു വചനം കേൾക്കുമ്പോൾ ആദ്യമൊന്ന് ഞെട്ടും. അവനെന്നോട് ചോദിച്ചു, അച്ഛാ, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ പറഞ്ഞത് ശരിയാണോ, സത്യമാണോ? ഞാൻ പറഞ്ഞു, വചനം സത്യമാണ്, പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോയി. അത് എക്സ്പ്ലെയിൻ ചെയ്തിടത്താണ് പ്രശ്നം. ആര് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് ചോദ്യമാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കൈവഴിയിൽപ്പെട്ട ഒരു വ്യക്തി ആ വചനത്തെ വ്യാഖ്യാനം ചെയ്തപ്പോൾ അതൊരു ദുർവ്യാഖ്യാനമായി പോയി. അവൻ എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കുർബാനയേ ഉള്ളൂ. വചനം സത്യമാണ്. ലോകത്ത് രക്ഷയ്ക്കായി ഒരൊറ്റ കുർബാനയെ അർപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരച്ഛൻ്റെയും കുർബാനയില്ല. ഒരൊറ്റ ബലിയേ ഉള്ളൂ. ബലി അർപ്പകനും ബലിവസ്തുവും ഒന്ന് മാത്രമാണ്. അത് കർത്താവായ ഈശോ മിശിഹായുടെ ബലിയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി പറയാ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കുർബാനയേ ഉള്ളൂ. ആ ഒരൊറ്റ കുർബാനയിലാണ് നമ്മളെല്ലാവരും പങ്കുചേരുന്നത്. ആ ബലി എന്നുവരെ തുടരണമെന്ന് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നുണ്ട്. ആ വചനത്തിൽ ഇപ്രകാരം 1 കൊറിന്തോസ് 11:26 പറയുകയാണ്, ഈ പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്ന് വരെയാണ് വിശുദ്ധ കുർബാന തുടരുന്നത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ലോകാവസാനം വരെ, അവൻ്റെ പ്രത്യാഗമനം വരെ ഇത് തുടരുകയാണ്. വിശുദ്ധ കുർബാന ആവർത്തിക്കപ്പെടുന്നില്ല. കുർബാന ആവർത്തിക്കപ്പെടുന്നില്ല. കുർബാന തുടരുന്നേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇത് സഭ ഇന്നോ ഇന്നലെയോ പഠിപ്പിച്ചതല്ല. 16-ാം നൂറ്റാണ്ടിൽ തെന്ത്രോസ് സുനഗദോസിൽ ട്രെൻഡ് കൗൺസിലിൽ സഭ പഠിപ്പിച്ചതാണ്. അതിന് കാരണമുണ്ട്. ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റുകാരുടെ മുതുമുത്തച്ഛന്മാരായ ലൂതറും കാൽവിനും സുഗ്ലിയും ഒക്കെ വിശുദ്ധ കുർബാനയെ കടന്നാക്രമിച്ചു. അവർ പറഞ്ഞു, ലൂതർ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം കുർബാന സമയത്ത് വരും, പക്ഷേ കുർബാന കഴിഞ്ഞില്ല. അതുകൊണ്ട് അപ്പത്തിന് മുമ്പിൽ നിങ്ങൾ മുട്ടുകുത്തിയാൽ നിങ്ങൾ വിഗ്രഹാരാധകരാണ്. ഒരുപക്ഷെ നിങ്ങളുടെ അടുക്കലും പലരും വന്ന് പറഞ്ഞു കാണും, വിശുദ്ധ കുർബാന ആരാധിക്കുന്ന നിങ്ങൾ വിഗ്രഹാരാധകരാണെന്ന്. വിശുദ്ധ കുർബാന ആരാധിക്കുന്നവർ വിഗ്രഹാരാധകരാണെന്ന് പറയാനുള്ള കാരണം കുർബാനയുടെ ഈ അപ്പത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുകയില്ല എന്ന അവരുടെ ചില ചിന്താഗതികളാണ്. അതിലും അതിര് കടന്നു പറഞ്ഞു, വിശുദ്ധ കുർബാനയിലേക്ക് കുർബാനയുടെ അർപ്പണ സമയത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല. കുർബാന പാടെ ഉപേക്ഷിച്ചു. വിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ചുകൊണ്ടൊരു ആത്മീയത സഭയ്ക്കില്ല. വിശുദ്ധ കുർബാനയെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരാത്മീയത സഭയ്ക്കില്ല. അതെത്ര വലിയ വചന ശുശ്രൂഷയാണെങ്കിലും, അതെത്ര വലിയ ആത്മീയമായ ദാനം പകരുന്ന മേഖലയാണെങ്കിലും, കുർബാന വിശ്വാസ ജീവിതത്തിൻ്റെ ചങ്കും ചക്രവാളവുമാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ ഇങ്ങനെ പഠിപ്പിച്ചത്, ഇറ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. വിശ്വാസ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവിടവുമാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയിലേക്കാണ് സകലതും വന്നു ചേരേണ്ടത്. ഈ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് സകലതും പ്രവഹിക്കേണ്ടത്. സകല കൃപാവരങ്ങളുടെയും ഉറവിടം ഈ വിശുദ്ധ കുർബാനയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഈശോയെ ആരാധിച്ച് പറയാം ഹല്ലേലൂയാ.
അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ്. ഇവിടെ നിന്നാണ് കൃപയുടെ മേഖലകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഇതര മേഖലകളിലേക്ക് പ്രവഹിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മീയത സഭ അംഗീകരിക്കുന്നില്ല. 16-ാം നൂറ്റാണ്ടിൽ അതുകൊണ്ട് സഭ പഠിപ്പിച്ചു, വിശുദ്ധ കുർബാന ഒരു നാടകം കളിയല്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ പറയും, എന്നാ പറയും, ഞങ്ങൾ എവിടെ പോയതാ, ഞങ്ങൾ കുർബാന കാണാൻ പോയതാന്ന് പറയും. പ്രിയമുള്ളവരെ, കുർബാന കാണാൻ പോകുന്നു, നമ്മൾ നാടകം കാണാൻ പോയി, സിനിമ കാണാൻ പോയി എന്ന് പറയുന്നത് പോലെ നമ്മൾ കുർബാന കാണാൻ പോകുന്നവരായി അധപതിച്ചു. നമ്മളൊരു ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, മോനെ കുർബാന അനുഭവം എങ്ങനെയാണ്? അവൻ പറഞ്ഞു, അച്ഛാ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്, സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറാന്ന് പറഞ്ഞു. ഞാൻ നീ വല്ല സിനിമയും കാണാൻ പോയതാണോ എന്ന് ചോദിച്ചു. ആദ്യ പകുതി കൊള്ളാം, കാരണം ഭയങ്കര കൊട്ടും പാട്ടും പരിപാടിയൊക്കെയാണ്. രണ്ടാമത്തെ പകുതിയിൽ പ്രത്യേകിച്ച് കലാപരിപാടിയൊന്നും ഇല്ല. അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് ഏതാണ്ടൊക്കെ ചെറുപറ ചൊല്ലുന്നു, കേൾക്കത്തുമില്ല, ഒച്ചത്തിൽ ചൊല്ലത്തുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് പല വിചാരത്തിൻ്റെ മേഖലകൾ കടന്നുകൂടുന്നു. ഒരുപാട് പേര് പറയാറുണ്ട്, അച്ഛാ ഒരുപാട് പല വിചാരമാണ് കുർബാനയ്ക്ക്, കുർബാന ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്കുണ്ടായ മൂന്നാമത്തെ പ്രലോഭനമാണത്. മലമുകളിൽ കയറി നിന്നിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ മഹത്വം ഉണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ മഹത്വം, അതെല്ലാം ഞാൻ നിനക്ക് തരാം. മൂന്നാമത്തെ പ്രലോഭനം. മലമുകൾ എപ്പോഴും ബൈബിളിൽ ദൈവാരാധനയുടെ ഇടമാണ്. ദൈവാരാധനയുടെ ഇടമാണ്. ദൈവത്തെ ആരാധിക്കുന്ന മലമുകളിൽ കയറി നിൽക്കുന്നു. ആരാധനകളുടെ ആരാധനയായ വിശുദ്ധ കുർബാനയിൽ കയറി നിൽക്കുമ്പോൾ നിന്നെ തോണ്ടി വിളിക്കും പിശാച്. ടിക്കറ്റ് എടുക്കാതെ സകല സ്ഥലത്തും നീ യാത്ര ചെയ്യും, നീ പോകും, മനസ്സുകൊണ്ട് നീ യാത്ര ചെയ്യും. പല വിചാരത്തിൻ്റെ വിവിധ മേഖലകളിൽ, വീടിൻ്റെ വിചാരങ്ങളിൽ, കുടുംബത്തിൻ്റെ ആകുലതയുടെ മേഖലകളിൽ ഒക്കെ യാത്ര ചെയ്ത് കുർബാന സ്വീകരണ സമയമാകുമ്പോൾ വന്നെന്നായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യവിചാരങ്ങളിൽ മുഴുകുന്ന വിശുദ്ധ കുർബാന അർപ്പണം പകുതി നല്ലതാ, പക്ഷേ പകുതി ബോറാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. വിശുദ്ധ കുർബാനയുടെ ആത്മീയത തൊട്ടറിയാതെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ല, ഇതിനപ്പുറം നമ്മൾ പറഞ്ഞു തന്നിരിക്കും. വിശുദ്ധ കുർബാനയുടെ ആത്മീയത തൊട്ടറിയാതെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറത്ത് നമ്മൾ പറഞ്ഞു പോകും. കുർബാന അനുഭവമല്ലാത്തവർ പറയും, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്താൽ മതി. പ്രിയമുള്ളവരെ, 35 മിനിറ്റ് കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് സാധാരണ ദിവസത്തെ കുർബാന തീർത്തു കൊടുത്താൽ അച്ഛൻ മിടുക്കനാണെന്ന് പറയുന്ന ഒരന്തരീക്ഷം നമുക്ക് ചുറ്റും ഇന്നുണ്ട്. 50 മിനിറ്റായി പോയാൽ, അല്പമൊന്ന് ഇരുത്തി പ്രാർത്ഥന ചൊല്ലിയാൽ ആളുകളുടെ മുഖം ചുളിയുന്ന ഒരു കുർബാന ആത്മീയതയുണ്ടോ ഇന്ന് എൻ്റെ മനസ്സിലെന്ന് ചിന്തിച്ചു നോക്കുക. മുഖം ചുളിഞ്ഞു പോകുന്നുണ്ടോ കുർബാനയുടെ സമയം കൂടി എന്ന് പറഞ്ഞ്? പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതെന്താണ് എന്ന് സഭ പഠിപ്പിച്ചു. കുർബാനയെ നിഷേധിച്ച ജനത്തിന് മുമ്പിൽ ഇറ്റ് ഈസ് ദ പെർപച്വൽ കണ്ടിന്യൂവേഷൻ ഓഫ് ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കാൽവരിയിലെ ബലിയുടെ തുടർച്ചയാണ്. നിലയ്ക്കാത്ത പ്രവാഹമായി കൃപയുടെ ബലി തുടരുകയാണ്. എന്ന് വരെ തുടരും, ലോകം അവസാനിക്കുന്നത് വരെ തുടരും. മലാക്കിയുടെ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവചനം, വചനം ഇങ്ങനെ പറയും, സൂര്യാസ്തമയം പോലെ എനിക്കായി ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ്, പരിപൂർണമായ ഒരു ബലി, സമ്പൂർണമായ ഒരു ബലി അർപ്പിക്കപ്പെടും. മലാക്കിയുടെ കാലത്ത് ഒരുപാട് അപൂർണതയുടെ ബലികളുണ്ടായിരുന്നു. പ്രവാചകൻ പറയുകയാണ്, ഒരു ബലി അർപ്പിക്കപ്പെടും. ആ ബലിയുടെ പ്രത്യേകത എന്താണ്? ആ ബലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പരിപൂർണതയുടെ ബലി, അത് സൂര്യാസ്തമയം വരെ തുടരും. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നത് ലോകം അവസാനിക്കുമ്പോൾ സൂര്യൻ അസ്തമിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ 2-ാമത്തെ ആഗമനം വരെ ഈ വിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്ത് പ്രഖ്യാപിക്കണമെന്ന് വചനം നമ്മോട് പറയുമ്പോൾ, ടിൽ ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, ഈശോയുടെ 2-ാമത്തെ ആഗമനം വരെ വിശുദ്ധ കുർബാന തുടരുകയാ. അതുകൊണ്ട് പുരോഹിതൻ അൾത്താരയിലേക്ക് അപ്പവും വീഞ്ഞും വഹിച്ചു കൊണ്ടുവന്ന് കാസയും ബീലാസയും കുരിശാകൃതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനൊരു പ്രാർത്ഥന ജനം മുഴുവന് വേണ്ടി രഹസ്യമായി ചൊല്ലുന്നുണ്ട്. എന്താ ചൊല്ലുന്നത്? അങ്ങയുടെ 2-ാമത്തെ ആഗമനം വരെ വിശുദ്ധ പീഠത്തിന്മേൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി ബലി അർപ്പിക്കപ്പെടുന്നു, സജ്ജീകരിക്കപ്പെടുന്നു. പുരോഹിതൻ പിലാസ കൊണ്ട് കാസയിൽ 3 പ്രാവശ്യം മുട്ടി അത് അൾത്താരയിൽ പ്രതിഷ്ഠിക്കുന്ന സമയങ്ങളിലുള്ള പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ പ്രത്യാഗമനം വരെ വിശുദ്ധ കുർബാന എന്നുവരെ തുടരും. കാൽവരിയിലെ ബലി, വിശുദ്ധ ബലിയുടെ അർപ്പണം, ഈശോയുടെ തിരുശരീരവും തിരുരക്തവും കൃപയായി മാറുന്ന, അഭിഷേകമായി മാറുന്ന, ഒഴുകുന്ന പ്രവാഹമായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന ഈ കൂദാശ ലോകാവസാനം വരെ തുടരുന്നതാണ്. ചേർന്ന് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ കുർബാന ഒരാവർത്തനമല്ല. വിശുദ്ധ കുർബാന ഒരു ആവർത്തനമല്ല. വചനം പറയുന്നു അത് കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. ഈ വചനം പറയുകയാ, കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനമാണ്. കർത്താവിൻ്റെ മരണത്തിൻ്റെ പ്രഖ്യാപനം. ഈശോ കുരിശിൽ മരിച്ചു കിടക്കുന്നതിനെ നമ്മൾ പ്രഖ്യാപിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ആഴത്തിൽ നമ്മൾ ഈ വചനഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം. കർത്താവിൻ്റെ മരണത്തെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. കർത്താവിൻ്റെ മരണമാണ് ഈ ബലിയിൽ നമ്മൾ പങ്കുചേരുന്ന വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇത് മറ്റൊന്നുമല്ല, ഒരു നാടകം കളിയല്ല. ഇത് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും പ്രതീകത്തിലൂടെ വിശുദ്ധ കുർബാന അൾത്താരയിൽ അർപ്പിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവിൻ്റെ മരണത്തെ നമ്മൾ കൺമുമ്പിൽ കാണുകയാ. അതുകൊണ്ട് അന്ന് ട്രെൻഡ് കൗൺസിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, വി ഗെറ്റ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ് എന്ന് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. പ്രിയമുള്ളവരെ, വി ഗെറ്റ് ഓൾ ദ ഫ്രൂട്ട്സ് ആൻഡ് മെറിറ്റ്സ് ഓഫ് ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ്. വിശുദ്ധ കുർബാനയിൽ നീ പങ്കുചേരുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ കുർബാനയുടെ സമയത്ത് വന്ന് കയറി നിൽക്കുമ്പോൾ ഓർക്കണം, കാൽവരിയിലാണ് നീ നിൽക്കുന്നത്. കാൽവരിയിലെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന യോഹന്നാന്, പരിശുദ്ധ അമ്മയ്ക്ക്, ഇതര വ്യക്തികൾക്ക് കിട്ടിയ അതേ അഭിഷേകം നിനക്ക് കിട്ടുകയാ. വിശുദ്ധ കുർബാനയിൽ നിനക്ക് അതേ അഭിഷേകം കിട്ടുകയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വീകരിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകം ആഗ്രഹിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയുടെ അഭിഷേകം, കാൽവരിയിൽ ഒഴുക്കപ്പെട്ട അഭിഷേകം അവിടെ നിന്ന് അതേപോലെ നിന്നിലേക്ക് ഒഴുകുക. അത് മതി നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെ എല്ലാ മേഖലകൾക്കും വിമോചനം തരാൻ. അത് മതി എല്ലാ പൈശാചിക ബന്ധനങ്ങളും മാറുവാൻ. അത് മതി നിന്റെ ജീവിതത്തിൻ്റെ കടബാധ്യതകളുടെ മേഖലകളിൽ നിന്ന് വിമോചനം കിട്ടുവാൻ. അത് മതി നിന്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാൻ. വിശുദ്ധ കുർബാനയിലുണ്ട് സകല ജീവിത പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം. അതുകൊണ്ട് എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിലും എല്ലാ പ്രാർത്ഥനാലയങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വിശുദ്ധ കുർബാനയുടെ അഭിഷേകം ഒഴുകുന്ന നിമിഷങ്ങളിലാണ്, ആരാധനയുടെ നിമിഷങ്ങളിലാണ് വിടുതൽ ലഭിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അഭിഷേക ശക്തി വ്യാപരിക്കുന്ന ഇടങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ദേവാലയത്തിന് പുറത്തും കോണുകളിലും അലക്ഷ്യമായും അവിടെയും ഇവിടെയും നിന്നൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് അന്യവിചാരങ്ങളിൽപ്പെട്ട് കടന്നു പോകുന്നത് അവസാനിപ്പിച്ച്, കുർബാന എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഹൃദയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചേർന്ന് നിൽക്കുവാൻ വിശ്വാസ സമൂഹമേ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള കൺവെൻഷനുകൾ കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ.